കേരളത്തിലെ കോൺഗ്രസ് ലെജിസ്ലേറ്റീവ് പാർട്ടി നേതാവായിട്ടും മുഖ്യമന്ത്രിയായിട്ടും ശ്രീ വി ഡി സതീശനെ കോൺഗ്രസ് ഹൈക്കമാൻഡ് നാമനിർദ്ദേശം ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഫോർമാലിറ്റിയും പ്രൊസീജിയറും അനുസരിച്ച് CLP യോഗം കൂടി ഒഫീഷ്യലായിട്ട് അത് അനൗൺസ് ചെയ്യും. ഇതിനെ സർവാത്മന ഞാൻ സ്വാഗതം ചെയ്യുകയാണ്, സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. Celebrations broke out at the Congress office in Thiruvananthapuram as the party leadership on Thursday named V.D. Satheeshan as the next Chief Minister of Kerala, ending days of suspense and speculation. Positioning himself at the center of the UDF's campaign, Satheeshan had led the charge against the ruling left government in the recent state assembly polls. 102 സീറ്റോട് കൂടിയാണ് അധികാരത്തിലെത്തിയത്. ആ ജനങ്ങളോട് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നൊന്നായി ഞങ്ങൾ ചെയ്തു തീർക്കും. കഠിനാധ്വാനം ചെയ്ത് പൂർണ്ണമായ അർപ്പണബോധത്തോടെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ, കേരളത്തെ മാറ്റിയെടുക്കാൻ, പുതിയ ഒരു കേരളത്തെ സൃഷ്ടിക്കാൻ, ഒരു പുതുയുഗത്തിന് തുടക്കമിടാൻ ഞങ്ങൾ എല്ലാവരും ചേർന്ന് കഠിനാധ്വാനം ചെയ്യും. രാഷ്ട്രീയ പ്രവർത്തനവും പൊതുപ്രവർത്തനവും ജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന കഠിനാധ്വാനവും അവർക്ക് വേണ്ടി അർപ്പണബോധത്തോടു കൂടി ചെയ്യുന്ന പ്രവൃത്തിയുമാണ് എന്ന് ഞങ്ങൾ അതിൻ്റെ നിർവചനം മാറ്റി എഴുതും. പൊതുപ്രവർത്തനത്തിൻ്റെയും രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെയും നിർവചനം അതായിരിക്കുമെന്ന് മാറ്റി എഴുതും. ഇതൊരു ദൈവികമായ നിയോഗമായി ഞാൻ കാണുന്നു. The UDF won 102 seats in the 140-member state assembly, unseating the LDF, which had ruled the state for the last 2 terms. ഞങ്ങളുടെ ടീം UDFന് ഉജ്ജ്വലമായ വിജയം സമ്മാനിച്ച കേരളത്തിലെ ജനങ്ങളോട് ഞങ്ങൾ ഹൃദയം നിറഞ്ഞ നന്ദി പ്രകാശിപ്പിക്കുന്നു. ഈ വിജയം സാധ്യമാക്കി തീർത്ത UDF നേതാക്കൾക്കും 10,000 വരുന്ന UDF പ്രവർത്തകർക്കും ഞങ്ങൾ ഈ വിജയം സമർപ്പിക്കുന്നു. കേരളത്തിലുടനീളം ശക്തമായ പ്രചരണം നടത്തിയ പ്രിയങ്കരനായ ശ്രീ രാഹുൽ ഗാന്ധിക്കും, കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീ മല്ലികാർജുൻ ഖാർഗെയ്ക്കും, ശ്രീമതി പ്രിയങ്ക ഗാന്ധിക്കും, മറ്റ് AICC നേതാക്കൾക്കും ഞാൻ പ്രത്യേകമായ നന്ദി പറയുന്നു. പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുത്തപ്പോൾ ശ്രീമതി സോണിയാഗാന്ധിക്കും ശ്രീ രാഹുൽ ഗാന്ധിക്കും ഒരു വാക്ക് നൽകിയിരുന്നു. കേരളത്തിലെ UDFനെ തിളക്കമാർന്ന വിജയത്തോടുകൂടി തിരിച്ചു കൊണ്ടുവരുമെന്ന്. ആ വാക്ക് പാലിക്കാൻ കഴിഞ്ഞതിൻ്റെ നിറഞ്ഞ ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളെ കാണുന്നത്. കേരളത്തിലെ ജനങ്ങൾ ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണ് ഇത്രയും വലിയ ഉജ്ജ്വലമായ വിജയം ടീം UDFന് സമ്മാനിച്ചത്. അക്ഷരാർത്ഥത്തിൽ ടീം UDF ഒരു കുടുംബമായി, ടീം UDF ഫാമിലിയായി ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചു, നേതാക്കളും പ്രവർത്തകരും എല്ലാവരും. Starting out as a student leader, Satheeshan rose to become chairman of Mahatma Gandhi University in 1986, earning praise for organizing major student arts festivals. However, he believes the visibility also triggered resistance from senior leaders, slowing his rise within the KSU and Youth Congress. Disillusioned, he shifted focus to local politics and his legal career at the High Court. A turning point came in the early 90s when he was appointed NSUI secretary. In the 1996 assembly elections, he contested as a UDF candidate from Paravur, a CPI stronghold, losing narrowly by just over 1,000 votes. Undeterred, he continued working in the constituency and won the seat in 2001. Satheeshan has since won 5 consecutive assembly terms from Paravur 2006, 2011, 2016, 2021 and 2026, marking over 25 years in legislative politics. Firm in his convictions, Satheeshan is widely seen as a leader who takes clear and often uncompromising positions. Satheeshan's steady, ground-level approach and consistent focus on local issues helped rebuild both organization and voter confidence.
Under his leadership as leader of opposition since 2021, the UDF recorded notable electoral gains, including victories in 5 by-polls and a dominant performance in the Lok Sabha elections in the southern state. In Kerala, the Congress has 63 MLAs in the 140-member assembly. Its allies, Indian Union Muslim League or IUML, has 22. Kerala Congress KEC has 8 and the Revolutionary Socialist Party RSP has 3.